ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് എക്കെയിൻ ആൻഡ് ടെക്കെയിൻ മാർക്കറ്റിൽ സെയിം തിങ് നടന്നുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ പോണത്. സോ ഈ ഒരു വീക്ക് ഫുള്ളായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് ഫുള്ളായിട്ട് പറഞ്ഞാൽ ഈ ഒരു വീക്കിൽ മോസ്റ്റ്ലി നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനലൈസ് ചെയ്തിട്ട് നമുക്ക് സെയിം തിങ് ഇതേ ഒരു പേരലാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെയിം തിങ് ഹാപ്പനിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് മാർക്കറ്റിൽ വീണ്ടും നടന്ന കാര്യങ്ങൾ ഒരേപോലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് ലൈവായിട്ടല്ല ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ പ്രഡിക്ഷൻ. അത് പ്രഡിക്ഷനിലുപരി ദിസ് ഈസ് ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ലിക്വിഡിറ്റി ബേസിസിൽ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡെയിലി ബയേഴ്സ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി ബയേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പെയർ വേണമെങ്കിലും എടുക്കുക. ആ ഒരു പെയറിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ട്രേഡിങ്ങിൽ ഈസി ആയിട്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ ആയിരുന്നു മാർക്കറ്റ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലത്തെ തേഴ്സ്ഡേയിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബിയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ FEGയിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഡെയിലി ബേസ് മാർക്കറ്റ് ഡൗൺ സൈഡ് എടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഈ ഒരു 1 ഡേയിൽ ആ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് അവിടെ ഒരു മാഗ്നറ്റ് പോലെ ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു സ്വിംഗ് ലോൻ്റെ അടിയിലൊരു മാഗ്നറ്റ് പോലെ ഹെവി മാഗ്നറ്റ് പോലെ മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡൗൺ സൈഡിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ അനലൈസിസ് ബിയറിഷ് ആണെന്ന് മനസ്സിലായി. ഡെയിലി വൈസ് നമ്മൾക്ക് ബിയറിഷ് ആണെന്ന് മനസ്സിലായി. സോ നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ട ടൈം ഫ്രെയിം 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ഏത് ടൈമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഫോർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു യൂറോ ജാപ്പനീസ് സെനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് സെക്ഷനിൽ. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ടൈമാണ് 10:30 AM. ആ ഒരു 10:30 AM ആണ് നമുക്ക് ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് വോളിയം സ്റ്റാർട്ട് ചെയ്യുക. ഇതിനോട് ഓപ്പണിംഗ് പ്രൈസായിട്ട് നമ്മൾ എടുത്തു. ഓപ്പണിംഗ് പ്രൈസായിട്ട് 10:30 AM നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഓപ്പണിംഗ് പ്രൈസ് മാർക്ക് ചെയ്തിട്ടു. സോ നമുക്കിനി അടുത്തത് എന്താ വേണ്ടത്? ലൈക്ക് എവറി ഡേ ഞാൻ പറയണ പോലെ ഒരു ലിക്വിഡിറ്റി. ഇതിൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ലിക്വിഡിറ്റിക്ക് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിന് ശേഷം നമുക്ക് ബിയറിഷ് എൻട്രി വേണ്ടത്. ബിയറിഷ് എൻട്രി വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബിയറിഷ് എൻട്രി വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുക്കണം. ഒരു സ്വിംഗ് ഹൈയിലെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രീമിയമാണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കൊരു സ്വിംഗ് ഹൈയിലെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. എന്താ നമ്മൾ 5 മിനിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 5 മിനിറ്റിലും അവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ 5 മിനിറ്റിൽ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു മാർക്കറ്റ്. ആൻഡ് ദെൻ നമുക്ക് വേണ്ട ടൈം ഫ്രെയിമാണ്, നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ട ടൈം ഫ്രെയിമാണ് 3 മിനിറ്റ്. ഓക്കെ, നമ്മൾ 3 മിനിറ്റിക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു മാർക്കറ്റ്. 5 മിനിറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, 50 മിനിറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. 2 ലിക്വിഡിറ്റി സെയിം ആയിരുന്നു. ആ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ബിയറിഷ് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അത് നമ്മളങ്ങനെ കണ്ടുപിടിക്കുക. അപ് ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് കേട്ടോ. ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് ഒരു മാർക്കറ്റിൻ്റെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയണതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് അതിനാണ് നമ്മൾ പറയാം. ഓക്കെ, ആ ഒരു സ്വിംഗ് ലോ നമുക്ക് ഇവിടെ എവിടെയുള്ളത് നോക്കാം. ഓക്കെ, സ്വിംഗ് ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുന്നത്, കണ്ടോ? മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത്. FEG അല്ല, മാർക്കറ്റിൽ അത്ര വോള്യൂം വന്നതുകൊണ്ടാണ് മാർക്കറ്റ് ആ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു നമ്മൾ കറക്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മാർക്കറ്റിൽ വോള്യൂം വന്നിട്ടുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വീണ്ടും അഗെയിൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇതിൽ എവിടെ കൊണ്ടുവയ്ക്കുക?
ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 hour ടൈം ഫ്രെയിമിൽ എടുത്തു. ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ഈക്വൽ ലോസ് ആണ്. ഈക്വൽ ലോസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബിലിറ്റി ആയിട്ട് മാർക്കറ്റ് ഇവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ സ്വിംഗ് ലോ എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഈ ഒരു ഗ്രീൻ ലൈനാണ്. ഓക്കെ, നമുക്ക് ഇത് ഒരു ഈക്വൽ ലോസ് നമുക്കൊരു ഹൈ പ്രോബിലിറ്റി ആയിട്ടൊരു ലിക്വിഡിറ്റി പോയിൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ലോ കണ്ടോ, ദിസ് ഈസ് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി കൂടി ആയിട്ട് നമുക്ക് ഇതും കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇനീഷ്യലായിട്ട് ഫസ്റ്റ് ടാർഗറ്റ് പാർസൽ ചെയ്യും. ആൻഡ് ദെൻ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് നമ്മൾ ഈ ഒരു സ്വിംഗ് ലോയിൽ നമ്മൾ വെക്കും. ഓക്കെ, ആൻഡ് ദെൻ മാർക്കറ്റ് ഈ ടാപ്പ് 3 minute ടൈം ഫ്രെയിമിൽ ആ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നതൊക്കെ കണ്ടോ. ക്ലീൻ എൻട്രി, ഇറ്റ്സ് എ പെർഫെക്റ്റ് എൻട്രി. മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോയിലേക്ക് 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്വിംഗ് ലോയിലേക്ക് വന്ന് നമ്മൾ ഇനീഷ്യൽ ടാർഗറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മൾ ഇവിടേക്ക് വരാൻ നിൽക്കില്ല. നമ്മുടെ 75% ഓഫ് അവർ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ആൻഡ് ദെൻ മാർക്കറ്റ് നമ്മുടെ 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ഈക്വൽ ലോയിൽ മാർക്കറ്റ് വന്നു. ഓക്കെ, നമുക്ക് ആ ഒരു സ്വിംഗ് ഡെയിലി ടൈം ഫ്രെയിമിൽ ആ സ്വിംഗ് ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യണം. നമുക്ക് യാതൊരു ആവശ്യമില്ല. മാർക്കറ്റ് അതുവരെ ചിലപ്പോൾ മാർക്കറ്റ് നമ്മുടെ ബ്രേക്ക് ഇവനൊക്കെ അടിച്ച് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ടായിരിക്കും വീണ്ടും അതേ ടാർഗറ്റിൽ അടിക്കുക. സോ എനിക്ക് ഇനി വീണ്ടും പ്രഡിക്ഷൻ ഉള്ളത് മാർക്കറ്റ് നാളെ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ 1 day ടൈം ഫ്രെയിമിലെ ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങയുടെ ഡയറക്ഷൻ എന്നുള്ള കാര്യം പിന്നെ നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇത്രയും ദിവസം പറഞ്ഞു തന്നെന്താ, ഫ്രീ സിഗ്നൽസ് പോലെയല്ലേ. ദിസ് ഇസ് നോട്ട് എ ഫ്രീ സിഗ്നൽ. ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ സിഗ്നലായിട്ടല്ല, ഇത് ഞാൻ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഞാൻ അത് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്താ പ്രൂഫ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞു ഈ മാർക്കറ്റ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടം വരെ എത്തും മാർക്കറ്റ്, ഇതാണ് പ്രഡിക്ഷൻ, മാർക്കറ്റിൽ ഇതാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രഡിക്ഷൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലിക്വിഡിറ്റി. മാർക്കറ്റിൻ്റെ വർക്കിംഗ് ആണ്. മാർക്കറ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രേഡിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്താ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ, ട്രേഡിങ് ഈസ് നോട്ട് ജസ്റ്റ് ടെക്നിക്കൽ അല്ല ട്രേഡിങ്ങിൽ ടെക്നിക്കൽ എന്ന് പറയുന്നത് പകുതിയിൽ കുറവ് പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് ടെക്നിക്കലുള്ളൂ. ബാക്കി 50% മേലെയും നിങ്ങൾക്ക് വേണ്ടത് മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് ആൻഡ് സൈക്കോളജി. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ്, സൈക്കോളജി ആൻഡ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗോൾ പോലെ നിങ്ങൾക്ക് ബിസിനസ് പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഒരു ബിസിനസ് മാൻ തിങ്ക് ചെയ്യണ പോലെ നിങ്ങൾ വീണ്ടും തിങ്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. സോ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. സോ എല്ലാ പ്രോസസ്സും നിങ്ങൾ കടന്നു പോകണം. സോ ഇതിൽ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നമുക്കൊരു പ്രോസസ്സ് ഉള്ള സംഭവമാണ് ലൂസിങ് സ്ട്രീക്ക്. നമുക്കൊരു ഇനീഷ്യലായിട്ട് ഭയങ്കര ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു പാത്തിലൊരു വഴിയാണ് ലൂസിങ് സ്ട്രീക്ക്. നമ്മൾ ഏത് എൻട്രി എടുത്താലും നമ്മൾ എങ്ങനെ പൈസ ഇട്ടാലും ലൂസിങ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ദെൻ നമ്മൾ ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഈവൺ ഫേസിലെത്തും. ബ്രേക്ക് ഈവൺ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ സമയത്ത് നമുക്ക് ലോസ് വരും. നമ്മളൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് നമുക്ക് ഒരു ഇനീഷ്യൽ സമയത്ത് ലോസ് വരും. ആൻഡ് ദെൻ നമ്മൾ വീണ്ടും ആ ഒരു ബ്രേക്ക് നമ്മുടെ ക്യാപിറ്റലിലേക്ക് എത്തും. ആൻഡ് ദെൻ വീണ്ടും അങ്ങനെ വരും. ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ആ ഒരു ബ്രേക്ക് ഈവൺ സ്റ്റേജിലേക്ക് എത്തും. ആൻഡ് ദെൻ നമുക്ക് വീണ്ടും പൈസ ഇടുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ഇട്ടിട്ട് നമ്മൾ വീണ്ടും എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് ആ ഒരു സ്റ്റേജിലാണ് നമുക്ക് മനസ്സിലാവുക. എന്താണ് ബ്രേക്ക് ഈവൺ സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് എന്തിലാണ് ഉണ്ടാവുക? റിസ്ക് മാനേജ്മെൻറ്റിലാണ് ഉണ്ടാവുക. ആ റിസ്ക് മാനേജ്മെൻറ്റും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, കറക്റ്റ് നല്ല എൻട്രി വന്നാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ആൻഡ് സെയിം റിസ്ക് ആയിരിക്കും നമ്മൾ എല്ലാ ട്രേഡിലും യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ട്രേഡിൽ കുറവ് റിസ്ക് ഒരു ട്രേഡിൽ കൂടുതൽ റിസ്ക് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ആ ഒരു മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ തിരുത്തി ഇനീഷ്യൽ ടൈമിൽ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ
ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്നിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.